വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം പൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം കണ്ടാലൊരു കോലം ഇടിവെട്ടി തിളങ്ങണ നേരം ഇൻഡാസ് ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം അടിമുടി പുളുവടി അതിരുകടക്കും കൊണ്ടോട്ടിക്കാരനിവൻ അയ്യോ വെറും പാവം ഇവൻ MIT മൂസ ഇവൻ MIT മൂസ ഇവൻ MIT മൂസ വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം പൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം അരവയർ നിറക്കാൻ കുടുകുടു ശകടം ഓടാത്ത വഴിയൊന്നുമില്ല പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല ഒരു മുഴനാവും ചുഴറ്റി പകയൻ പറക്കണ്ണ് ചെറുചിരിയോടെ അയ്യോ കറങ്ങണ്ണ് ദുനിയാവ് കൂടെ ആടും പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂതി തടിതപ്പം അതിശയൻ MIT മൂസ ഇവൻ MIT മൂസ 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 എന്താ പുതിയ ഫോണൊക്കെ മേടിച്ചിക്കണല്ലോ? ഒരെണ്ണം വാങ്ങി മൂസ. ഇന്നത്തെ കാലത്ത് കേറി കിടക്കാൻ പോരല്ലെങ്കിലും പറ്റെങ്കില് മൊബൈൽ ഫോൺ ഇല്ലാണ്ട് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സ്റ്റാറ്റസ് സിമ്പിൾ അല്ലേ മൊബൈല്? അതെ അതെ അതെ. പക്ഷെ ഇതൊക്കെ ഉപയോഗിക്കാൻ നിശ്ചയുണ്ടോ? ഇല്ല, ഞാനൊരു കോഴ്സിന് ചേർന്ന് ടച്ച് സ്ക്രീൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള കോഴ്സിന് ചേർന്ന് അടുത്ത വീട്ടിലൊരു യോയോ പയ്യൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ട്യൂഷൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിപ്പോ 10-20 സ്റ്റുഡൻസ് ഉണ്ട് അവിടെ. ആണോ? അത് നന്നായി. അല്ല, ഈ ഫോണിന് ഇപ്പൊ നല്ല വില ഉണ്ടാവൂലേ? പിന്നെ 25,000 ഉറുപ്പ്യായി. ഫോൺ എടുക്കാനായി സഹകരണ ബാങ്കിൽ ലോണിന് അപേക്ഷിച്ചു. പക്ഷെ ഒരു ലോൺ അനുവദിച്ചില്ല. പിന്നെ ഞാനൊരു കുടുക്ക അങ്ങ് വാങ്ങി വെച്ചു. എന്നിട്ട് ഓരോ ദിവസവും പൈസ അതിലിടൂ. കുടുക്ക നിറഞ്ഞപ്പോ പൊട്ടിച്ചു. 25,000 ഉറുപ്പ്യ ഉണ്ടായിരുന്നു. ഓടിപ്പോയി ഫോൺ അങ്ങ് വാങ്ങി. എന്തായാലും നന്നായി. ബാങ്കുകാര് തരൂലെന്ന് പറഞ്ഞിട്ടു നിങ്ങൾ കാര്യം നടത്തിയല്ലോ. പിന്നല്ലാണ്ട് എന്റെ മൂസ, ഈ ബാങ്കുകാരൊക്കെ പറ്റിപ്പല്ലേ. നമുക്കെന്തേലും ആവശ്യം വന്നാ നമ്മുടേതായ ഒരു സമ്പാദ്യം വേണ്ടേ? ഞാൻ വീണ്ടും ഒരു കുടുക്ക വാങ്ങിയിട്ടുണ്ട്. സമ്പാദ്യശീലം തുടരാൻ പോവുക. വേണമെങ്കിൽ സംഭാവന ചെയ്യാം. തൽക്കാലം ഇല്ല. അല്ല, ഇനിയിപ്പോ എന്ത് വാങ്ങാനാ നിങ്ങള് സമ്പാദിക്കണേ? മയ്യത്ത് സംസ്കരിക്കാനുള്ള ഫണ്ട്. മക്കളൊക്കെ ഇനി തിരിഞ്ഞു നോക്കുന്നു തോന്നുന്നുണ്ടോ മൂസ? എന്ത് കാര്യമായാലും മയ്യത്ത് ആഘോഷമായിട്ട് വേണ്ടേ നടത്താൻ? ഇനി അതിനുള്ള സമ്പാദ്യ സ്വരുക്കൂട്ടുന്നത്. എന്തായാലും നന്നായി വരട്ടെ. എന്നാ ഞമ്മള് പോണ്. ഈ ഫോൺ പഠിക്കാനുള്ള ട്യൂഷനൊക്കെ ഒയപ്പാണ്ട് നോക്കിക്കോളി. ഒരു ടച്ച് മൊബൈൽ ഫോൺ. പെണ്ണിന്റെ ബാപ്പാപ്പ് വാട്സപ്പ് മൊബൈൽ ഫോണും ഇല്ലാന്ന് അറിഞ്ഞാ അത് മതി എന്റെ മോളുടെ കല്യാണം മുടങ്ങാൻ. പാത്തുവോ പാത്തുവോ, എവിടെ പോയി കിടക്കാണ് ഇവള്? ഞാൻ ആലോചിക്കേനി എന്താന്നറിയാ എനിക്ക്? എന്തെങ്കിലും മണ്ടത്തരായിക്കൂ. അല്ല എന്റെ പോത്തേ. പോത്തോ? നിങ്ങൾ എന്തേ തന്നെ വിളിച്ചത്? മോത്ത് നോക്കി നിങ്ങൾക്ക് അങ്ങനെ വിളിക്കാൻ എങ്ങനെ ധൈര്യം വന്നത്? അന്റെ മോത്ത് നോക്കിയാലേ ഇതിലും വലിയ ജീവിയുടെ പേരാ വിളിക്കാൻ തോന്നുക. എന്നാ പിന്നെ നിങ്ങൾ ഹിപ്പോമൊട്ടാസിന്റെ അടുത്തോ ആഫ്രിക്കൻ ആനന്റെ അടുത്തോ ജിറാഫിന്റെ അടുത്തോ ഓലടുത്തൊക്കെ പോയിട്ട് വർത്താൻ പറഞ്ഞോളൂ. ഇന്നോട് മിണ്ടണ്ട. ഈ പെണങ്ങൽ എന്റെ മുത്തേ, ഇങ്ങോട്ട് നോക്കി ഒരു കാര്യം പറയട്ടെ. അങ്ങനെ വയ്ക്ക് വരി പറഞ്ഞു തൊലച്ചോടി. ഞാൻ എന്താ ആലോചിച്ചെന്ന് വെച്ചാല്, നമുക്ക് പെട്ടെന്ന് പൈസന്റെ ഒരു ആവശ്യം വന്നു.
ഒരു ആശുപത്രി കേസ്, അല്ലെങ്കിൽ മക്കളെ പഠനത്തിന്റെ കാര്യം, അതും അല്ലെങ്കിൽ ഞമ്മക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങണം. എന്ത് ചെയ്യും ഞമ്മള്? എന്ത് ചെയ്യും ഞമ്മള്? അതന്നെയാണ് ഞാനും ചോദിക്കണേ, എന്ത് ചെയ്യും ഞമ്മള്? അത് തന്നെയല്ലേ ഞാനും ചോദിക്കണേ, എന്ത് ചെയ്യും ഞമ്മളീ? ഇജൊന്ന് ആലോചിക്ക്. എന്താലോചിക്കാനാണ്? പലിശക്കാരടുത്തൊന്ന് വാങ്ങൂ. എന്നിട്ട് വേണം പലിശ കൊടുത്ത് മുടിയാൻ. ഞമ്മള് മയ്യത്തായാലും പലിശ അടച്ചു കഴിയൂല. അവിടെയാണ് മൂസക്കാന്റെ ബുദ്ധി പ്രവർത്തിച്ച്. അല്ല ഇപ്പൊ എന്താണ് ഇല്ലാത്ത കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നത്? എന്തില്ലാത്ത കാര്യം? അല്ല ബുദ്ധി എന്ന് പറയുന്നേട്ട്. ഓ, ഈ ഞമ്മളെ ഇളക്കിയതാണല്ലേ മോനെ റിസ്വാനെ, അതിബുദ്ധിമാനെ. ഉപ്പാക്ക് ബുദ്ധിയില്ല, പക്ഷേങ്കില് ഉപ്പാന്റെ ഈ പുതിയ ഐഡിയ എങ്ങനെയുണ്ട് നിങ്ങൾ പറയണോ? എന്താ ഇപ്പൊ? പെട്ടെന്ന് ഞമ്മക്ക് പൈസന്റെ ഒരു ആവശ്യം വന്നാ നമ്മൾ എന്താ ചെയ്യാ? മോനെ കൊറേ നേരം ഇത് എന്നെ പറഞ്ഞിരിക്കണേ. നിങ്ങൾ എന്തേച്ചാ പറഞ്ഞേ, ഇത് മനുഷ്യൻ ടെൻഷൻ ആക്കല്ലേ. നമ്മള് സ്വന്തമായിട്ട് നമ്മളതായിട്ട് ഒരു ബാങ്ക് തുടങ്ങാൻ പോകും. ബാങ്കോ? അല്ല എനിക്കൊരു 10,000 ലോൺ തരുമോ? ടൂർ പോകാനാ? കണ്ടോ, എല്ലാവർക്കും ആവശ്യങ്ങളുണ്ട്. ആവശ്യങ്ങൾ നടക്കണമെങ്കിൽ പണം വേണം. അല്ല നിങ്ങളേടാ ബാങ്ക് കൊടുങ്ങണേ? നമ്മള് വീട്ടില് AC ബാങ്ക് മതി, AC ബാങ്ക് മതി. നല്ല തണുത്ത പൈസ എടുക്കണക്കി. ബാങ്ക് വീട്ടിലോ? ഉപ്പ എന്തിതായി പറയുന്നേ? ഇങ്ങോട്ട് നോക്കി, ഇതാണ് നമ്മുടെ ബാങ്ക്. ഇതൊരു കുടിക്കല്ലേ? അല്ല നിങ്ങക്ക് തലക്ക് ഭ്രാന്തായോ? ഇതിനെ കൊണ്ട് നടത്തേ കൊടുക്കായിട്ട് വന്നിട്ട് മക്കൾ ഇത് ബാങ്കാണ്. അതേടി, ഇതൊരു ബാങ്ക് തന്നെയാ. നമ്മൾ ആദ്യം വിചാരിച്ച ഒരു ചിട്ടി കൂടിയാലോ. എല്ലാ മാസവും കൃത്യമായിട്ട് പൈസ അടച്ചില്ലെങ്കിലേ അത് അടങ്ങറാവും. നമ്മളെ കച്ചവടം മോശമായാല് അടവ് നടക്കൂല. അതുകൊണ്ടാണ് നമ്മൾ സ്വന്തമായിട്ട് ബാങ്ക് തുടങ്ങാൻ തീരുമാനിച്ചത്. നമ്മളെ കൈമില് മിച്ചം വരുന്ന പൈസ മുഴുവൻ ഈ കുടുക്കയിലിടുക. കൊറേ നാള് കഴിഞ്ഞിട്ട് ഒരു ആവശ്യം വരുമ്പോ നമുക്കിത് പൊളിക്കാലോ. ആവശ്യം എന്തെന്ന് പറഞ്ഞാല് നമ്മളായിട്ടുള്ള എല്ലാ ആവശ്യവും കുടുക്ക പൊട്ടിക്കുമ്പോ LED TV വാങ്ങാൻ പറ്റുമോ? അതിനെന്താന്ന്, നമ്മള് കൂട്ടായിട്ട് തീരുമാനിക്കണ എന്താവശ്യത്തിനും കുടുക്ക പൊട്ടിക്കുന്നതായിരിക്കും. അവൻ വേണോ? അവനോ? അവൻ ഏതോന്ന്? അടുക്കള TV ഒക്കെ മാതിരി ഇങ്ങനെ വട്ടത്തിലുള്ള അവൻ ഭക്ഷണമൊക്കെ ചൂടാക്കണേ. അത് അവനല്ല. അവനല്ല. അവനാണെങ്കിൽ ഏവനാണെങ്കിലും അവൻ വേണം. കുടുക്കയിലെ മിച്ചം അനുസരിച്ച് നമുക്ക് എന്തും വാങ്ങാം. പിന്നെ ഞാൻ മാത്രം നിക്ഷേപിച്ചാ പോരാ, നിങ്ങളൊക്കെ നിക്ഷേപിക്കണോ. ചെലവുകൾ ചുരുക്കിയിട്ട് മിച്ചം വരുന്ന പൈസ മുഴുവൻ ഇതിന്റെ അകത്ത് ഇടണം. എല്ലാരും ഉത്സാഹിച്ചാല് നമുക്ക് പലതും വാങ്ങാം. അപ്പൊ ആദ്യത്തെ നിക്ഷേപമായിട്ട് ഞമ്മളെ വക ഇതാ പത്തുവോ അന്റെ കൈ കൊണ്ട് ഇട്ടോ. ഞമ്മളെ വക ഞമ്മളെ പൈസയാണേ. എല്ലാരും കൈയടിച്ചൂടി. പൊളിയായിട്ട് നോക്കിക്കോളി. ഓ നാക്കടുത്ത് വേണ്ടത്തരം പറയില്ലേ. നല്ല എല്ലാരും നിക്ഷേപിക്ക്. സംഭാവനകൾ കുമ്പാരമാവുമ്പോൾ കുടുക്ക ഗംഭീരമാവും. എത്ര ഇടുന്നേ? 10 രൂപ ഇട്ടൂടെ. അനി മോളെത്ര ഇടുന്നേ? ഉമ്മാനെ പോലെ നക്കാപ്പിച്ചാണല്ലോ. ഒരു അന്തോങ്ങുന്നില്ലാത്ത 5 രൂപ അല്ല 10 രൂപ ഇട്ട്. ഇനി എന്തേതാണ്? അല്ല എല്ലാരും ഇട്ട് നീ നിക്ഷേപിക്കണല്ലോ. ഞാൻ എടുത്ത് നിക്ഷേപിക്കാനാ? ഞാൻ ഇടുന്നു നിങ്ങൾ ഇടുന്നൊക്കെ ഒരുപാടല്ലേ? അത് പറ്റൂല, അത് പറഞ്ഞ പറ്റൂല. ഇതിന്റെ അകത്ത് എല്ലാരും നിക്ഷേപിക്കണോ. ഞാൻ ഇടണമെന്ന് നിർബന്ധ? അത് നിർബന്ധാണല്ലോ. നിർബന്ധാണ് ആണല്ലോ മക്കളെ. എരുന്ന് പണി പറ്റിച്ചല്ലോ മക്കളെ. 300. അല്ല 300 രൂപ ഇടുന്നേ. 300 എന്നെ ഇടൂ. ഞാൻ ഇട്ടില്ലെങ്കിൽ ഇത് നന്നായി. അവൻ വാങ്ങാനുള്ള. എന്തായാലും നമ്മളെ ബാങ്കിലേക്ക് തന്നെയല്ലേ. അല്ലെങ്കിൽ ഞമ്മക്ക് ഈ കുടിക്കായിട്ട് പുറത്തേക്ക് ഇറങ്ങിയാലോ? എല്ലാരോടും ഇങ്ങനെ വാങ്ങിയാലോ? ഓന്റെ പാത്തോ വല്ലാത്തൊരു പൊട്ടിയായി പോയല്ലോ ഈ. ഞാനും അതുപോലെ തന്നെയാണോ ഉപ്പ പറഞ്ഞത്? Mighty Musa. Mighty Musa. ഹലോ, 1 ഉറുപ്പിയ. മുസക്കായേ, മുസക്കായേ ഇങ്ങോട്ട് വരി. എന്താണ്? ഇങ്ങോട്ട് നോക്കി. എന്റത്തെ രാവിലെ കിടന്ന് കൂകണത്? 1 ഉറുപ്പിയ. ഇതെന്താ ആദ്യമായിട്ട് കാണാൻ 1 ഉറുപ്പിയ? ഈ 1 ഉറുപ്പിയ എന്തിനാത്? എന്തിനാണ്? എന്തിനാണ്? ഞമ്മളെ ബാങ്കിലിടാനി. അതും സാറായിക്കണേ മിടിക്ക്. എന്നാ ഐശ്വര്യായിട്ട് എന്റെ കൈയോട്ടം കിട്ടോ ഇട്ടോട്. അങ്ങനെ ഇനി ഞമ്മള് പണിക്ക് പോവല്ലേ, ഞമ്മളെ വക ഒരു 10 ഉറുപ്പിയ അട്ടൂട്. അതിലണ്ട് കിടക്കട്ടെ. ഐശ്വര്യാണ് അങ്ങട്ട്. ഉപ്പച്ചിയെ ഫോൺ റീചാർജ് ചെയ്യാൻ 100 രൂപ. 2 ദിവസം മുമ്പല്ല എനിക്ക് 100 രൂപ തന്നെ ഞാൻ റീചാർജ് ചെയ്യേ. അത് റീചാർജ്. അപ്പൊ ഇത് നെറ്റിന്റെ റീചാർജ്. വാട്സാപ്പും ഫേസ്ബുക്കും ഒന്നും ഓപ്പൺ ആണില്ലുപ്പ. അത് വർക്കായിട്ടില്ലെങ്കിൽ പിന്നെ ഓൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ.
കഞ്ഞി കുടിച്ചില്ലെങ്കിൽ ഓന് കുഴപ്പമില്ല, നെറ്റിലേക്ക് വലിഞ്ഞു കേറിയാ മതി. ഉപ്പച്ചെ കാശ് തരീങ്ങള്. മോനെ, 2 ദിവസം കൂടുമ്പോ 100 റുപ്യക്ക് റീചാർജ് ചെയ്യാൻ മാത്രം അത്ര വലിയ പൈസക്കാരൊന്നല്ല ഞമ്മള്. 2 ദിവസം കഴിയട്ടെ, ഉപ്പൊന്ന് പണിക്കൊക്കെ പോയിട്ട് ഉപ്പ വേറെ 100. പിന്നെ ഈ നെറ്റ് കൂടുള്ള ഫോൺ വിളിയും കളിയൊക്കെ കുറച്ചാളുണ്ട് കേട്ടോ. എന്നിട്ട് അങ്ങനെ മിച്ചം പിടിക്കുന്ന പൈസ നമ്മളെ ഇതിന്റെ അകത്ത് ബാങ്കിന്റെ അകത്ത് ഇടണോ. ഒരു 100 രൂപ തരൂപ്പാ. വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഓൺലൈൻ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ മുഖത്ത് നോക്കാൻ പറ്റണ്ടാവൂപ്പാ. നാണക്കേടാണ്. കൊടുക്കണ്ടോ മുസക്കയ്യെ, നിങ്ങൾ കച്ചവടത്തിന് പോയിക്കോളി, സമയം പോടും. അല്ലപ്പച്ചേ, ഞാൻ ആട്ടിറച്ചി വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്നു. ഇല്ലല്ലോ, ഞങ്ങൾ ന്യൂ ജനറേഷൻ കുട്ടിക്ക് നിസാരമായ കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത് പ്ലീസ്. എന്താ മോനെ, അന്റെ പൊട്ടും പൊളിയൊന്നും എന്റെ അടുത്ത് നടക്കൂല കേട്ടോ. മോനെ എങ്ങോട്ടേക്ക് അങ്ങോട്ട് അന്റെ ഒരു റീചാർജ് പരിപാടികൾ വെച്ച് വന്നിക്കോന് ഓരോരോ അടവ് പരിപാടിയായിട്ട്. എന്താണ്? പറയേ. നമ്മളെ ബാങ്ക് തുടങ്ങിയ പിന്നെ പണിയെടുക്കാനൊക്കെ ഒരു ഉസാറ് പാത്തു. ഇതങ്ങോട്ട് നോക്ക്, ഇന്നത്തെ ലാഭത്തുനിന്ന് 250 റുപ്യാണ് നമ്മള് ബാങ്കിലിടാൻ പോണത്. സാധാരണ നമ്മള് കച്ചവടത്തിന്റെ ഇടയിൽ ഒരു ചായം പടയൊക്കെ കഴിക്കലുണ്ട്, അതൊക്കെ ഒഴിവാക്കി അതുകൂടി നമുക്ക് ബാങ്കിൽ ഇടാലോ. നിങ്ങൾ ആരോഗ്യം കൂടി നോക്കണേ മുസക്കയ്യെ. ഒരു വട കഴിച്ചില്ല വെച്ചിട്ട് ആരോഗ്യം പോകാൻ പോണില്ല പത്തുവോ. അനക്കന്റെ ഓന വാങ്ങാനും കൂടിയാണിത്. എനിക്ക് ഓനോ? എനിക്കിനി വേറെ കല്യാണം വേണ്ട. ആ ഓനല്ലടി, ഇന്നാള് പറഞ്ഞില്ലേ അടുക്കളന്റെ അകത്ത് TV പോലത്തെ ഓൻ. അത് ഓനല്ല, റസിയ പറഞ്ഞിക്ക് അവനെ. അവനെ മേടിക്കണ്ടേ, അതിനും കൂടിയായിട്ടാണ് നമ്മൾ സമ്പാദിക്കണേ. അപ്പൊ നമുക്ക് ബാങ്ക് കൊണ്ടിട്ടേക്കാ. വാ നടക്ക്, നടന്നൂടെ.